അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ കാന ലഹു വജ്ഹാനി ഫിദ് ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിൻ നാർ. അദ്ദേഹം ഹദീസല്ല ഓതിയത്, അദ്ദേഹം ഹദീസ് ഓതിയത് വേറൊരു ഹദീസാണ്. ഞാനതിന്റെ വേറെ റിപ്പോർട്ട് വായിക്കുകയാണ്. കാരണം ആ കേസറ്റ് കേൾക്കുന്ന ആളുകൾക്ക് ആ ഹദീസ് പഠിക്കുമ്പോൾ വേറൊരു ഹദീസും കൂടെ പഠിഞ്ഞോട്ടെ എന്ന നിലക്ക് ആ വിഷയത്തിലുള്ള മറ്റൊരു ഹദീസാണ് ഞാൻ വായിക്കുന്നത്. ആർക്കെങ്കിലും ദുനിയാവിൽ 2 മുഖങ്ങളുണ്ടെങ്കിൽ അവന് നാളെ പരലോകത്ത് തീനാരുണ്ട 2 നാവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹം ഓതിയ ഹദീസും സഹിഹാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷിച്ചവർ ഇരുമുഖമുള്ളവരാകുന്നു, ഇരുമുഖ നയമുള്ളവരാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. മറ്റൊരു ഹദീസ് കൂടി ഈ കാസറ്റ് കേൾക്കുന്ന ആളുകൾ പഠിക്കട്ടെ എന്ന നിലക്ക് ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് കൂടി കൽപ്പിച്ചു എന്നേ ഉള്ളൂ. മൻ കാന ലഹു വജ്ഹാനി ഫിദ് ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിൻ നാർ എന്ന റിപ്പോർട്ട് കൂടെ കൽപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താ അതിൽ പറയുന്നത്? ഈ ഇരുമുഖ നയം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇവിടെയും വേറെ വേഷത്തിലാവലാണോ? അതൊരു ഇരുമുഖ നയമാണോ? അള്ളാഹുവിന്റെ റസൂലാണോ ഉദ്ദേശിച്ചത്? അല്ല. അവിടെ ഒരാശയം, ഇവിടെ വേറൊരാശയം. അതിൻ്റെ ഇടയ്ക്ക് സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ തലമറക്കുക എന്നുള്ളത്, അവിടെ തലമറച്ചു, ഇവിടെ തലമറച്ചില്ല. ഈ തലമറക്കുക എന്നതിന് സുഹൃത്തുക്കളെ അതൊരു സുന്നത്താണ് എന്ന നിലക്കല്ല നമ്മൾ ഗൾഫ് നാടുകളിൽ തലമറക്കുന്നത്. പറഞ്ഞുതരാം. തലമറക്കലിന്റെ പോരിശ വ്യക്തമാക്കുന്ന, അതല്ലെങ്കിൽ തലപ്പാവിന്റെ പോരിശ വ്യക്തമാക്കുന്ന എല്ലാ ഹദീസുകളും ഒന്നുകിൽ ദഈഫ് ആണ്, അല്ലെങ്കിൽ മൗദൂഅ് ആണ്. അഥവാ ഒന്നുകിൽ ദുർബലമാണ്, അതല്ലെങ്കിൽ വ്യാജമാണ്. തലപ്പാവിന്റെ പോരിശ വ്യക്തമാക്കുന്ന ഹദീസുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പിന്നെ എന്താണ് തലമറക്കുന്നതിന്റെ വിധി? എന്താണ്? അനുവദനീയമാണ്, അനുവദനീയമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ മറക്കാറുണ്ട്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പലപ്പോഴും പല സദസ്സുകളിലും മറക്കാറുണ്ട്, ഗൾഫിൽ മറക്കാറുണ്ട്. മറക്കാത്ത രംഗം ഗൾഫിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പൊ അതൊന്നും ഒരു സുന്നത്ത് എന്ന കാഴ്ചപ്പാടോടുകൂടിയല്ല എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ ഈ ബിദഈ കക്ഷികളുടെ വാദമനുസരിച്ച് തലമറക്കാത്തവൻ ഫാസിഖാണ്. തലമറക്കാത്തവനെ ഷഹാദത്തിന് അഥവാ സാക്ഷ്യത്തിന് പോലും കൊള്ളുകയില്ല. അവനെ നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിർത്താൻ കൊള്ളുകയില്ല. അത്രയും ഒരു വലിയ ദോഷമായി കാണുന്നു തലമറക്കാതിരിക്കുക എന്നത്. അത് ശരിയായ വീക്ഷണമല്ല. അതിന് സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇയാൾ എന്തു ചെയ്തു? ഇയാൾ ഒരു തട്ടിപ്പ് നടത്തി. ഇയാൾ നടത്തിയ തട്ടിപ്പ് എന്താണെന്നറിയോ? ഇയാൾ പറഞ്ഞ് ദുബായിൽ വെച്ച്, ഈ ദുബായ് ഈദ്ഗാഹിൽ വെച്ചൊരു പരിപാടി നടന്നു. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ദുബായ് ഈദ്ഗാഹിൽ വെച്ച് പെരുന്നാളിൻ്റെ അവസരത്തിൽ ഈ ഉള്ളവൻ അടക്കമുള്ള കുറേ ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി. ഒരു 1,00,000 ആളുകൾ ദുബായിലെ വിശാലമായ ഈദ്ഗാഹ് മൈതാനിയിൽ